അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലി കുല്ലി വസ്വഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരുടെയും സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തികമായ വിഷയങ്ങളാണ്. സാമ്പത്തികമായി നമ്മളെ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അതിനൊക്കെ പരിഹാരമായി ഖുർആൻ്റെ ചില വചനങ്ങളും ആയത്തുകളൊക്കെ ഞാൻ ഓതി നിങ്ങളോട് പറയാറുണ്ട്. ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കൊതുവിൻ്റെ ചിറവിൻ്റെ വില പോലുമില്ല എന്നുള്ളതാണ് ദുനിയാവിൻ്റെ മാഹാത്മ്യം. നാമൊക്കെ ഒരു കാലം ഇവിടെ ജീവിക്കുകയും മറ്റൊരു കാലം ഇവിടെ നിന്ന് വിട പറയുകയും ചെയ്യുന്ന ഒരു വിദൂരമില്ലാത്തൊരനുഭവം ഞാനും നിങ്ങളും നേരിടാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പായി നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പലരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദനത്തിൻ്റെ വർത്തമാനങ്ങൾ പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് സാമ്പത്തികമായ വിഷയങ്ങളാണ്, ദുനിയാവിൻ്റെ മാഹാത്മ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിന് ഒരുപാട് മാഹാത്മ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ഗണിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് താൽക്കാലികമാണ്. ദുനിയാവിൽ ആവശ്യമുള്ള സമ്പത്ത് വേണ്ട എന്ന് പറയുകയല്ല, ജീവിക്കാനുള്ള വക വേണം, നമുക്ക് അത്യാഗ്രഹമില്ലാതെ തന്നെ. പക്ഷേ ചില മനുഷ്യരുടെ സമാധാനം കെടുത്തിക്കളയുന്നതാണ് ഈ ദുനിയാവിൻ്റെ ചില വ്യാമോഹങ്ങൾ. അതിൽ കുടുങ്ങാതെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോയ നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ജാതിമത ഭേദമന്യേ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. സാമ്പത്തികമായി അവരുടെ ഒരു പ്രായം കഴിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസങ്ങൾ, ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതിന് ആത്മഹത്യകൾ പരിഹാരമായി അവർ നോക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്നായാലും മരിച്ചേ പറ്റുള്ളൂ. അതിനു മുമ്പൊരു മരണം തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു കാഴ്ചപ്പാടല്ല. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായ വിഷയം കൊണ്ടാണ്. സാമ്പത്തികമായ വിഷയങ്ങളിലോ മറ്റൊരാളുടെ സാമ്പത്തിക മേഖലകളിലോ നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ ഒരിക്കലും തയ്യാറെടുക്കരുത്. സാമ്പത്തികം നമ്മളെ പിറക്കെ വരുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? നമ്മളെ പിറക്കെ ദുനിയാവ് എങ്ങനെ വരും? നമ്മൾ പോകേണ്ട വഴിയെ പോകണം. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ലോകത്തിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസ് നമുക്കൊന്ന് കേൾക്കാം. ഇസ്ഹദ ഫിദ്ദുനിയ, ദുനിയാവിനെക്കുറിച്ച് നീ വിരക്തനാവുക. ഈ ദുനിയാവിൽ നിന്ന് നീ വിരക്തനാവുക. അതിനെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ചിന്തകളിൽ നിന്ന്, അതിൽ കെട്ടുപിടഞ്ഞു പോകുന്നതിനെക്കുറിച്ചുള്ള വിഷയത്തിൽ നിന്നൊക്കെ നീ വിരക്തനാവുന്നു. ദുനിയാവിൻ്റെ വ്യാമോഹങ്ങളെ നിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. യുഹിബ്ബുക്കുള്ള, എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ കരുണയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമാധാനം നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളെപ്പോലെ നല്ല വ്യക്തികൾ
ആരാണുള്ളത്? അപ്പം അതുകൊണ്ട് യുഹിബ്ബുക്കുള്ള, അള്ളാഹു നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനെ എത്രത്തോളം സ്നേഹിക്കേണ്ടി വരും ചിന്തിക്കേണ്ടതാണ്. ദുനിയാവിൽ സമാധാനം കിട്ടണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്കൊന്ന് സ്നേഹിക്കണം അല്ലേ? എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് കമലാ സുരയ്യ എന്ന് പറയുന്ന ആ സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, കവയിത്രിയായിരുന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സ്നേഹിക്കാൻ ആളുണ്ട്, പക്ഷേ അള്ളാഹുവിനൊരു പൂ കൊടുക്കാൻ ആരാണുള്ളത് എന്ന് അവരുടെ എഴുതുന്ന തൂലികയിലൂടെ, അവരെഴുതിയിരിക്കുന്ന പേപ്പറുകളിലൂടെ അവർ പുറത്തേക്കതിൻ്റെ ശബ്ദം കൊണ്ടുവന്നുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? പലർക്കും പൂ കൊടുക്കുന്നു. അള്ളാഹുവിന് പൂ കൊടുത്ത് ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? മനസ്സ് കൊടുത്ത് സ്നേഹിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ റബ്ബാണ്, എന്നെ സൃഷ്ടിച്ചവനാണ് എന്നുള്ള ഒരു പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടിയ ചിന്താഗതി എൻ്റെയും നിങ്ങളെയും മനസ്സിൻ്റെ ഉണ്ടോ പ്രിയമുള്ളവരെ? ചിന്തിക്കേണ്ടതാണ്. ആ അള്ളാഹു നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഈ സർവ്വ വിപത്തുകളിലും ഞാനും നിങ്ങളും പെട്ടുപോകുന്നത്. ബാക്കി നമുക്ക് കാണാം, കേൾക്കാം. യുഹിബ്ബുക്കുള്ള, അള്ളാഹു നിന്നെ സ്നേഹിക്കും, അള്ളാഹു നിന്നെ സ്നേഹിക്കും. ഇസ്ഹദ ഫിദ്ദുനിയ, നീ ദുനിയാവിൽ നിന്ന് വിരക്തനാവുക. യുഹിബ്ബുക്കുള്ള, എന്നാൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. വസ്ഹദ ഫീമ ഇൻദന്നാസ്, ജനങ്ങളെ പക്കലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക. ജനങ്ങളുടെ പക്കൽ 2 നില വീടുണ്ടാകും, അവർക്ക് കാറുണ്ടാകും, മറ്റ് പത്രാസുകളുണ്ടാകും, അവർ യാത്രാ സൗകര്യമുള്ളവരായിരിക്കും, അവർ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി മിനുങ്ങി നടക്കുന്നവരായിരിക്കും. അവരെ കൊണ്ടൊന്നും നമ്മൾ ജീവിക്കാതിരിക്കുക. നമ്മൾ സ്വയം ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഘട്ടങ്ങളിൽ അള്ളാഹു നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് അത് നമ്മൾ അന്നത്തെ ദിവസം ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. നമ്മൾ പരിശ്രമശാലികളായി മാറിയാൽ അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് പരിശ്രമശാലികളാവുക. എന്നും ഇല്ലായ്മ പറഞ്ഞും വേണ്ടാത്തത് പറഞ്ഞും നടക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. അതുകൊണ്ട് വസ്ഹദ് ഫീമ ഇൻദന്നാസ്, ജനങ്ങളുടെ പക്കലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക, അതിൽ നിന്ന് നീ വിരക്തനാവുക. യുഹിബ്ബുക്കുന്നാസ്, എന്നാൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതാണ്. ജനങ്ങളെ അള്ളാഹു സ്നേഹിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടന്നാൽ യുഹിബ്ബുക്കുന്നാസ്, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. നല്ല ഒരു ജീവിതം നമുക്ക് നയിക്കാൻ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, കരുതിക്കൊണ്ട്, അള്ളാഹു നമുക്ക് തരുമെന്നുള്ള ഉറപ്പോടുകൂടി ദുനിയാവിൽ ജീവിച്ചാൽ, ആരുടെയും ഒന്നിനെയും ആഗ്രഹിക്കാതെ മോഹിക്കാതെ നമ്മൾ ജീവിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമുക്ക് നൽകിയാലേ അത് നമുക്ക് തികയുകയുള്ളൂ. അതൊരിക്കലും അള്ളാഹു തരാതെ ഒരാൾക്കും എത്ര ആഗ്രഹിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആഗ്രഹിക്കുകയും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ചിന്താഗതി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. സർവ്വ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് മാറിക്കിട്ടും. അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വആഖിറു ദുആഇ വൽഹംദുലില്ലാഹി.